സ്റ്റാർട്ട് ചെയ്തേ. അപ്പത്തേനും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുഴുവൻ ബോംബിടുകയും അങ്ങനെ വെടിവെപ്പുകളും തന്നെയായിരുന്നു കൂടുതലും. പിന്നെ ഞാൻ ട്രിപ്പോളിലേക്ക് മാറി. അവരപ്പം ഗദ്ദാഫിനെ ഇറക്കാനായിട്ട് തന്നെയുള്ള ശ്രമങ്ങളിലായിരുന്നു. കാരണം പുള്ളിക്കാരനെ എതിർക്കുന്ന കുറേ ആൾക്കാർ ബംഗാസിലായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഹോസ്പിറ്റലൊന്നും ഇതുവരെ ആക്രമിച്ചിട്ടില്ല, ഹോട്ടലിലും പ്രശ്നമൊന്നും. ഞങ്ങൾ താമസിക്കുന്നിടത്ത് സേഫായിരുന്നു. പിന്നെ ഇന്ത്യൻ എംബസി ഇടപെടുകയും ഞങ്ങളെ കൊണ്ടുവരാനുള്ളത് ചെയ്യുകയും ചെയ്യും. അവരുടെ ഇടപെടൽ നമ്മൾ തൃപ്തികരമാണ്. ഇന്ത്യൻ എംബസിയുടെ ഇടപെടൽ തൃപ്തികരമാണ്. അവരെന്തായാലും പെട്ടെന്ന് തന്നെ ചെയ്തു. കാരണം എയർപോർട്ടെല്ലാം കത്തിച്ച് എയർപോർട്ടെല്ലാം JCB നിങ്ങളുടെ അടുത്തുള്ള എയർപോർട്ട് ബംഗാസി പൂർണ്ണമായും തകർത്ത് ഒരു ബോംബ് വെച്ചിട്ട് ഇത് ചെയ്തായിരുന്നു. തിരിച്ചു നാട്ടിലെത്താന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഇല്ല. തമാശ എല്ലാം സീരിയസ് ആയിട്ട് കത്തിച്ചു കളഞ്ഞ ഒരു JCB വെച്ച് മൊത്തം ഇളക്കിയിട്ടു. അതുപോലെ പാസ്പോർട്ട് കുറെ പേര് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും നമുക്ക് തിരിച്ചു വരാൻ നമുക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. തീർച്ചയായും ഇല്ല, പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഓൾറെഡി ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ അവർ റെസ്ട്രിക്ട് ചെയ്തായിരുന്നു, പുറത്ത് തന്നെ പോകരുത്. പുറത്ത് പോയാൽ കുറെ മൊബൈൽ നഷ്ടപ്പെടുവോ അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. കത്തി കാണിക്കുകയോ ഭീഷണിപ്പെടുത്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേര് മരിക്കുന്നത് കണ്ടിട്ടുണ്ട്. കാരണം വെടിയുണ്ടായിട്ട് വരുന്ന ഒത്തിരി മീൻസ് ഒത്തിരി ബാഡായിട്ടുള്ള സിറ്റുവേഷൻ വരെ നമുക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല അവരും. അങ്ങനെ ഒത്തിരി പേര് മരിക്കുകയൊക്കെ തീർച്ചയായും. കാരണം അവരുടെ തല തൊട്ട് കാല് വരെ വെടിയുണ്ടാകായിരിക്കും. നമുക്കിപ്പോൾ വരുമ്പോഴേ അറിയത്ത് പോലില്ല, എവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് പോലും അറിയാൻ പറ്റത്തില്ല സാഹചര്യമായിരുന്നു. പിന്നെ പേഷ്യൻസിൻ്റെയൊക്കെ ഒന്നും ഇതേ ഇല്ല, പേരേ ഇല്ല, ജസ്റ്റ് അൺനോൺ എന്ന് പറഞ്ഞിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒത്തിരി തിരക്കായിരുന്നു. എല്ലാ ഒറ്റിയും ഫുള്ളായിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടിരുന്നത്. ഡേ ആൻഡ് നൈറ്റ് ഞങ്ങൾ ചെയ്തിട്ടിരുന്നത് മൊത്തം. ഓപ്പറേഷൻ തിയേറ്ററിൽ നിങ്ങളെ കൂട്ടുള്ള മലയാളികൾ തന്നെയാണോ ഇവരെ പരിപാലിച്ചുകൊണ്ടിരുന്നത്? ഞങ്ങൾ 3 മലയാളീസ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും അറബികളുടെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ്. ഫിലിപ്പീൻസ് ഉണ്ടായിരുന്നു, യുക്രൈനുകാരുണ്ടായിരുന്നു, അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു. രക്ഷപ്പെട്ട് പോകുന്നുണ്ട് ഒത്തിരി പേര്. കാരണം കാലയിൽ കയ്യിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്കൊന്നും സംഭവിക്കത്തില്ല, അവർ പെട്ടെന്ന് റിക്കവർ ആയി പോകും. ആളുകളുടെ സ്വഭാവ രീതി എങ്ങനെയാണ്? ഈ മരണത്തിലേക്ക് ഇവരെടുത്തിയാടുന്ന ടൈപ്പാണോ? അവർക്ക് ശരിക്കും അഭിമാനമാണ്. കാരണം അവരവരുടെ രാജ്യത്തിന് വേണ്ടി, ഫ്രീഡത്തിന് വേണ്ടി അവർ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പം അവര് മീൻസ് ആ രാജാവിനെ എതിർക്കുന്ന ആൾക്കാർക്കെല്ലാം തന്നെ അവർക്ക് അഭിമാനത്തോടുകൂടി അവർ ചെയ്യുന്നു. ഈ നിങ്ങളുടെ ആശുപത്രിയിലേ ഞങ്ങൾക്ക് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് കിട്ടാൻ വേണ്ടി, നിങ്ങളുടെ ആശുപത്രിയിൽ ഈ വെടി കൊണ്ടുവരുന്നവരുടെ രൂപങ്ങളൊക്കെ അതീവ ഭീകരമാണെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നത്. എങ്ങനെയുള്ളവരൊക്കെയാണ് അവിടെ വന്നു വിടുന്നത്? എന്തേരെയൊക്കെ ആൾക്കാർ വന്നു വിടുന്നുണ്ട്? അവരുടെ അവസ്ഥ എങ്ങനെയൊക്കെയാണ്? ഡോക്ടേഴ്സിന് തന്നെ ഒന്നും ചെയ്യാൻ മേല, ഒഴുകിക്കൊണ്ടിരിക്കും പേഷ്യൻസ്. രാവിലെ ഇവരുടെ പ്രേയറിന്റെ സമയത്ത് കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു 12 മണി കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേനാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്ന ലഹളകള്. അപ്പൊ പിന്നെ ഒരു 7 മണി 8 മണി ആകുമ്പോഴത്തേനും നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് പേഷ്യൻസ് വന്നുകൊണ്ടിരിക്കുക. നമുക്ക് തന്നെ നോക്കാൻ പറ്റുന്നില്ല. ഒരാൾ വന്ന് ഒരാളെ കെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അടുത്ത ആള് സ്റ്റാർട്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഡോക്ടേഴ്സ് തന്നെ ഇങ്ങനെ എടുത്തോണ്ട് ഈ വെടിയില്ലാതെ തന്നെ ഇവർ കയ്യും കാലും ഒക്കെ അറ്റുപോയവരൊക്കെ ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയുള്ളൊരു കുറവായിരുന്നു ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വരുന്നത്. വെടിയുണ്ട കയറി വരുന്നതാണ് കൂടുതലും. നമ്മള് ഈ വെടിവെക്കുന്ന ഒച്ച കേട്ടിട്ടുണ്ടോ? ഇഷ്ടംപോലെ വെടിവെച്ച് കേൾക്കാൻ പറ്റും. ഹോസ്പിറ്റലിൽ നിന്ന് നമുക്കത് കേൾക്കാനുള്ളൂ. അങ്ങനെയാണ് നമുക്ക് പേടി കൂടുന്നത്. ഒരു ഫ്ലാറ്റിൽ ഇങ്ങനെ തീ കത്തി 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 നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ നമ്മള് പോകുന്ന വഴികളിൽ ഇതുപോലുള്ള എന്തെങ്കിലും കാഴ്ചകൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടിയിൽ പോകുമല്ലോ, കത്തി കരിഞ്ഞു കിടക്കുന്ന കാണാൻ പറ്റും. വണ്ടിയൊക്കെ കത്തി കിടക്കുന്ന കാണാൻ. ചിലപ്പോ അമേരിക്കക്കാരെ ഏറ്റെടുക്കുമെന്ന് കേട്ടു. നിങ്ങൾ എത്ര പേരുടെ ബാച്ച് അപ്പൊ കടന്നു വന്നത്? നിങ്ങൾക്ക് 185. ആ യാത്ര അവിടുന്ന് എങ്ങനെയായിരുന്നു? അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു? എവിടുന്ന് എങ്ങനെയാ പോകുന്നത്? അത് ഞങ്ങൾ 28-ാം തീയതി സ്റ്റാർട്ട് ചെയ്തതാ. 28-ാം തീയതി ഏത് പോർട്ടിൽ നിന്ന്? എല്ലാം പറഞ്ഞോളൂ സാർ. ഏത് പോർട്ടിൽ നിന്ന് കയറിയ? ബംഗാസി അവിടെ തന്നെ. ആ പോർട്ടിൽ നിന്നാണ് കയറിയത്. നമ്മുടെ ഇന്ത്യൻ കപ്പലായിരുന്നോ? അവര് വന്നാ കൊണ്ടുപോകുന്നത്. എംബസിയുടെ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു ഞങ്ങളെ നോക്കാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പുള്ളി പുള്ളിയെല്ലാം കയറ്റി വിട്ട് കഴിഞ്ഞാണ് പുള്ളി പോയത്. ഇന്ത്യൻ എംബസിയുടെ തന്നെ. ഈ 28-ന് ബംഗാസിൽ നിന്ന് കപ്പൽ എവിടെ എത്തി? 28-ന് ഞങ്ങൾ പോന്നെങ്കിലും അന്ന് കപ്പലെ കയറിയത് രാത്രി 11 മണിക്കാണ്.
കാരണം തമിഴേഴ്സ് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവര് പാസ്പോർട്ടും ഇല്ല ഒന്നും ഇല്ലാണ്ട് വന്ന് അവിടെ തമ്പടിച്ച് കിടക്കുന്നവരാ. അപ്പൊ അവരിങ്ങനെ കയറാനായിട്ട് ഒത്തിരി ദിവസം അവർക്കാണ് ഫുഡ് ഇല്ലാത്ത മെയിനായിട്ട് അങ്ങനെയുള്ള വിഷയമാണ് അവർക്ക്. പക്ഷെ നമുക്ക് സെൽഫ് കുക്കിംഗ് ആയതുകൊണ്ട് നമ്മൾ ഒരു മാസത്തെ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 28-ന് അവിടുന്ന് കപ്പലിൽ കയറിയിട്ട് എവിടെയാണ് അടുത്ത്? അലക്സാണ്ട്രിയ, ഈജിപ്ത്. അലക്സാണ്ട്രിയ എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങി. അലക്സാണ്ട്രിയയിലാണ്. അവിടുന്ന് എങ്ങനെ പെണ്ണെ പോകുന്നത്? അവിടെ കപ്പലിൽ നിന്ന് തന്നെ 32 മണിക്കൂർ ഉണ്ടായിരുന്നു അലക്സാണ്ട്രിയ എത്താനായിട്ട്. എങ്ങനെ ബൈ? അല്ല കപ്പലേല് 32 മണിക്കൂർ. അവിടുന്ന് കയറി 2 മണിക്കൂർ ബസ് യാത്ര ഉണ്ടായിരുന്നു കെയ്റോയ്ക്ക്. പിന്നെ ഇനി കയറാനൊന്നുമില്ല, ട്രെയിനിൽ കൂടെ ഉണ്ടായിരുന്നു. കെയ്റോയിന്ന് ഫ്ലൈറ്റിനാണ് പോകുന്നത്? കെയ്റോയിന്ന് ഫ്ലൈറ്റിന്. നമ്മുടെ ഇന്ത്യൻ ഫ്ലൈറ്റ് ആയിരുന്നു. ഈ നമ്മൾ ഈ കപ്പൽ യാത്രയിലും ഈ ഫ്ലൈറ്റ് യാത്രയിലൊക്കെ നമ്മുടെ ആൾക്കാർക്ക് അവരുടെ ഈ കൂടെ ഉണ്ടായിരുന്ന സഹയാത്രികരുടെ എന്തെങ്കിലും അനുഭവങ്ങൾ എന്തെങ്കിലും പറയുകയെല്ലാം ചെയ്തോ? ട്രിപ്പോളിക്കാർക്ക് ഭയങ്കര രോഷമായിരുന്നു. അവിടുന്ന് ആരെങ്കിലും ഉണ്ടായിരുന്നോ ഈ ഇതില്? ഇല്ല, ട്രിപ്പോളിക്കാരൻ ഡയറക്റ്റ് അവരെ ഫ്ലൈറ്റിന് കൊണ്ടുപോയിരുന്നു. ഞങ്ങളുടെ ബംഗാസിയിലെ എയർപോർട്ട് കത്തിച്ച് കളഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ അവസ്ഥ വന്നത്. ഓ, ഈ ബംഗാസി എന്ന് പറഞ്ഞാൽ അവിടുത്തെ എയർപോർട്ട് പൂർണ്ണമായിട്ടും തകർത്തിരുന്നു. ഓ, ഈ യാത്രക്കിടയിൽ ആവശ്യത്തിന് ഭക്ഷണമൊക്കെ കിട്ടിയിരുന്നു, കുടിക്കാൻ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു? ഉണ്ടെങ്കിൽ പറയാൻ കേട്ടോ. കുഴപ്പമില്ലായിരുന്നു. കാരണം കപ്പലിൽ ഞങ്ങൾ ആദ്യ ദിവസം കയറിയ ഭക്ഷണം ഉണ്ടായിരുന്നു. പക്ഷെ കപ്പലിൽ അവർ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ആള് കയറി. എത്രയോ ആളുകൾ? 2000 പേരെന്നാണ് റിപ്പോർട്ട് വന്നത്. 1800 പേര് കയറി. 1500 അങ്ങനെ. ആദ്യ ദിവസം ഫുഡിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ ഓർത്തു നല്ല ഫുഡൊക്കെയാണ്, ഇനി കപ്പല കൊച്ചി വരെ എത്തിയാലും കുഴപ്പമില്ലാന്ന് ഓർത്തു. രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേനും ഫുഡ് അവര് തന്നെ വേസ്റ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞു. കാരണം കപ്പലിൽ നമുക്ക് വേറെ കിട്ടത്തില്ല. തമിഴ്സ് ഫുഡ് കഴിക്കാത്തവരാ, അവരിങ്ങനെ ക്യൂവാ. ഭക്ഷണം ഉണ്ടായിരുന്നു, വെച്ചുണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഈ കപ്പലിൽ പോകുന്ന യാത്രക്കാരിൽ ആർക്കെങ്കിലും ഊണ്ടായത് ആരെങ്കിലും ഉണ്ടായിരുന്നോ? അവിടുത്തെ ആഭ്യന്തര കലാപത്തിൽ എന്തെങ്കിലും അങ്ങനെയൊന്നുമില്ലായിരുന്നു? മറ്റു അസ്വസ്ഥതകളുണ്ടായി അതുണ്ടോ? ബുദ്ധിമുട്ടുകളുണ്ടോ യാത്രക്കിടയിലേ? ക്ഷീണം കൊണ്ടുള്ള ക്ഷീണിതരായിരുന്നു എല്ലാവരും. ഒരാഴ്ച ആയില്ലേ. എത്ര ദിവസം ആശുപത്രിക്കുള്ളിൽ അല്ലെങ്കിൽ താമസിക്കുന്ന ഫ്ലാറ്റിനുള്ളിൽ തന്നെ ആയിട്ട് കഴിയേണ്ടി വന്നിട്ടുണ്ട്? ഞങ്ങള് ഹോസ്പിറ്റലില് ഡ്യൂട്ടി ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങള്. പക്ഷെ 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഡ്യൂട്ടി നമ്മൾ യാത്ര ചെയ്യാൻ തന്നെ ഒരു പേടിയായിരുന്നു. കാരണം പോകുന്ന വഴിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇത്രയും ദിവസങ്ങൾക്കിടയിലേ നമുക്ക് ഓർത്തെടുക്കാൻ കരുതുന്ന ഏറ്റവും വലിയൊരു ഭീകരത കൺമുന്നിൽ കണ്ടത് എന്തായിരുന്നു? പറഞ്ഞു കേട്ട ഒരു സംഭവം കൂട്ടുകാർ പറഞ്ഞു കേട്ടല്ലോ. മോഷണം ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെയുള്ള പിള്ളേരുടെ ഇങ്ങനെ മൊബൈല് ഒക്കെ പോയിട്ടുണ്ട്. അന്ന് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയില്ല, ജസ്റ്റ് ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ അകത്തു കൂടി തന്നെ ജസ്റ്റ് ഒന്ന് വഴിയിലോട്ട് ഇറങ്ങിയുള്ളൂ. അന്നേരം തന്നെ ആൾക്കാർ മൊബൈൽ തട്ടിപ്പറിച്ചു. കൊടുത്തില്ല, പിന്നെ കൊടുത്തേക്കും. അത് പിന്നെ അവിടുത്തെ ആൾക്കാരാണോ? അവിടുത്തെ ആൾക്കാർ പൈസക്കൊക്കെ അവര് ഓടെയാണ്. നമ്മുടെ റൂം വഴിയൊക്കെ കയറും. ഒരു തരത്തിൽ നമുക്കൊന്നും തടയാൻ ചെയ്യാൻ പറ്റത്തില്ല. എന്താ ചെയ്യണം? അവരുടെ എപ്പോഴും തോക്കും ഇതൊക്കെ ആയിട്ടിരിക്കുന്നു. സാമാന്യമായിട്ട് നമ്മൾ അവരെ ഇങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം അല്ലാതെ ഇവരുടെ ഇടപെടൽ എങ്ങനെയാക്കുന്നത്? നമ്മൾ ഒരു വിഷയം ഇല്ലാത്തൊരു കാലത്ത് അവര് ലോ ആൻഡ് ഓർഡർ ഒബേ ചെയ്ത് നല്ല രീതിക്ക് കഴിയുന്നവരായിരുന്നു. അവരുടെ കൾച്ചർ എങ്ങനെയുണ്ട്? അവരുടെ യഥാർത്ഥത്തിൽ സമാധാനപ്രിയരാണോ അവിടെയുള്ളത്? നമ്മളോടൊരു കുഴപ്പമില്ല. ഇല്ല, കാരണം നമ്മളാണ് അവരെ കെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളോടൊരു കുഴപ്പമില്ല. നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങി പോകാന്ന് അറിയുമ്പം പോകണ്ടെന്ന് പറയുന്നവരാരും? അവര് തന്നെ പറഞ്ഞു, ഡോക്ടേഴ്സ് തന്നെ ഞങ്ങളോട് പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് ഇനി പറയാൻ പറ്റത്തില്ല, പോകേണ്ടവർക്ക് പോകാം. ആദ്യം പറഞ്ഞു ഞങ്ങൾ കുറെ പേരാണ് എന്ന് വെച്ചാൽ എല്ലാവരും പോരാണ്ടിരുന്നവരല്ല, ഒത്തിരി പേര് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ച് പേര് പോയായിരുന്നപ്പോ തന്നെ കുറെ പേര് പോകുന്നില്ല എന്നുള്ള ഇതുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു ചിലപ്പോ ശാന്തമാവുമായിരിക്കും, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ പിന്നെ കൂടിക്കൊണ്ടിരുന്നപ്പോ അവര് തന്നെ പറഞ്ഞു നിങ്ങൾക്ക് പോകണമെങ്കിൽ പോ, 4 മാസം ഞങ്ങൾ ലീവ് തരാം, എന്നിട്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങൾക്ക് പിന്നെ കയറി വരാമെന്ന് പറഞ്ഞു. നിലവിൽ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്കെല്ലാം കിട്ടി. ഒരു മാസത്തെ ഈ മാസം സാലറി മാത്രമേ കിട്ടാനുള്ളൂ. അതേ ഉള്ളൂ. കടന്നവരുടെ വരെ കിട്ടി.
ഒരു ദിവസം അവർ ഓപ്പൺ ചെയ്തായിരുന്നു. അതപ്പോ എല്ലാവർക്കും എടുക്കാൻ പറ്റി. അവര് പറഞ്ഞു 2000 രൂപ ഞങ്ങൾ തരാം, അത് ട്രെയിനിന് 2000 രൂപ തരും, പക്ഷെ അത് നമ്മള് പാസ്പോർട്ട് സീൽ ചെയ്യും, പിന്നെ നമ്മൾ എന്തെങ്കിലും റിട്ടേൺ പോകുമ്പോ നമ്മളത് പേ ചെയ്യണം, ഗവൺമെന്റിന് തന്നെ പേ ചെയ്യണം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇത്രയും ദിവസം ഈ ഒരാഴ്ച തന്നെ മടുത്ത് എല്ലാവരും അവശതയായി, ഇനി ഒരു ട്രെയിനിൽ പോകാന്ന് തന്നെ 2-3 ദിവസം കൂടി അവിടുത്തെ യാത്ര എല്ലാരും തന്നെ വീണായിരുന്നു. അപ്പൊ അത് വേണ്ടെന്ന് പറഞ്ഞു. ഫ്ലൈറ്റിൽ തന്നെ വന്നു. പിന്നെ കുറെ പേര് ഞങ്ങള് വെയിറ്റ് ചെയ്യുമായിരുന്നു. രാവിലെ 3 മണിക്ക് വെളുപ്പിന് 3 മണിക്ക് ഞങ്ങൾ അവിടെ എത്തി. പക്ഷെ 1 മണിയായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ഓർഡറും കിട്ടുന്നില്ല. കൊണ്ടുപോകാന്ന് പറയുന്നുണ്ട് അവര്, അല്ലാണ്ട് എപ്പോ കൊണ്ടുപോകും എന്ന് കൊണ്ടുപോകും. ഞങ്ങളെക്കാളും തലേദിവസം ആദ്യത്തെ ഫ്ലൈറ്റിന് വന്ന പിള്ളേർ തന്നെ കേരള ഹൗസിൽ കിടക്കുക. 45 പിള്ളേരന്ന് വന്നായിരുന്നു, അവര് കേരള ഹൗസിൽ കിടക്കുക. നെടുമ്പാശ്ശേരിയിൽ എങ്ങനെ വന്നു? നെടുമ്പാശ്ശേരി പിന്നെ ഞങ്ങള് പകുതി പേര് തലായിരുന്നു, ഉറങ്ങുന്നില്ലല്ലോ നമ്മള് വെളുപ്പിന്. അന്ന് തൊട്ട് ഉറക്കം 2 ദിവസമായിട്ട് ഉറക്കമില്ല. അപ്പം ഇങ്ങനെ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് ശരിക്കും പറയാനല്ലേ നിങ്ങൾ ഈ മടങ്ങിപ്പോരാൻ നിർബന്ധിതമായ ഒരു സാഹചര്യം അവിടെ എന്താ സംഭവിച്ചത്? അവര് തന്നെ പറഞ്ഞു സാലറി ഇല്ല നമുക്ക്, ഇനി മുമ്പോട്ട് എങ്ങനെയായിരിക്കും, ഇതിൽ കൂടുതൽ ചിലപ്പോൾ ഉണ്ടാകാന്ന് പറഞ്ഞു. ചിലപ്പോൾ എല്ലാ പ്രശ്നങ്ങളുണ്ടാകും. സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ നിന്നിരുന്നോ? ജോലി ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ജോലിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. ഹോസ്പിറ്റലിൽ അവർ പറയുന്നത് നിങ്ങളെ ഞങ്ങളൊന്നും ചെയ്തില്ല, കാരണം നമ്മുടെ ആൾക്കാരെ അവരുടെ ആൾക്കാരെ നമ്മളെ കെയർ ചെയ്യുന്നേ. സോ അതുകൊണ്ട് അവര് ഞങ്ങളൊന്നും ചെയ്തില്ലെന്നാണ്. പക്ഷെ പുറത്തിറങ്ങി കഴിയുമ്പോൾ അവർ നോക്കുന്നില്ല നമ്മളാരാ അവരറിയുന്നില്ലല്ലോ. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് കേൾക്കാം വെടിവെച്ച്. ആശുപത്രിയിലേക്ക് പരിക്കേറ്റവരുടെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടായിട്ടില്ലേ? എങ്ങനെയൊക്കെയാണ് പരിക്ക്? എത്ര പ്രായക്കാരാ? ഗൺഷൂട്ട്, അതൊരു 24-25